ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നേരത്തെ ഉണ്ടായ വിധി, സുപ്രീം കോടതി വിധി നമുക്കറിയാം. ആ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ബിന്ദു അമ്മിണിയും കനകദുർഗയും ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത്. ആ വിധി പ്രസ്താവം വന്ന ഉടൻ തന്നെ ശബരിമലയിൽ വലിയ സംഘർഷാവസ്ഥ ഉടലെടുത്തിരുന്നു. ആക്ടിവിസ്റ്റുകളായ, ഫെമിനിസ്റ്റുകളായ നിരവധി ആളുകൾ ശബരിമല സന്നിധാനത്ത് ദർശനം നടത്താൻ ഭക്തരെ വെല്ലുവിളിച്ച് പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ അന്ന് വലിയ പ്രതിഷേധമാണ് ഭക്തരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് എടുത്തു പറയേണ്ടതില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് അന്ന് കേരളത്തിൽ നടന്ന സംഭവ വികാസങ്ങൾ വളരെ കൃത്യമായി അറിയാം. കേരളത്തിന്റെ തെരുവുകൾ കലാപകലുഷിതമാവുകയും പോലീസ് അവരെ ക്രൂരമായി വേട്ടയാടിയതെല്ലാം നമ്മൾ കണ്ടതാണ്. അന്ന് പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നാമജപ ഘോഷയാത്രയടക്കവും അതോടൊപ്പം തന്നെ വിശ്വാസ സംരക്ഷണ യാത്രയും സദസ്സും ഉൾപ്പെടെ നടത്തിയിരുന്നു. സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലും വലിയ പ്രതിഷേധം അരങ്ങേറിയിരുന്നു. എന്നാൽ ഈ പ്രതിഷേധങ്ങളെ ഒന്നും വകവെക്കാതെ ബിന്ദു അമ്മിണി എന്ന് പറയുന്ന ഒരാളെയും കനകദുർഗയെയും ശബരിമല ക്ഷേത്രത്തിൽ പിന്നാമ്പുറത്തുകൂടി ഭക്തർ ഉറങ്ങുന്ന സമയത്ത് ശബരിമല സന്നിധാനത്ത് നടയടച്ച പുലർച്ചെ 2 മണിക്കും 3 മണിക്കും ഇടയിൽ അവരെ പിന്നാമ്പുറത്തെ ബെയിലി പാലത്തിലൂടെ കൊണ്ടുവന്ന 18-ാം പടി ചവിട്ടാതെ മറ്റൊരു വഴിയിലൂടെ ശബരിമലയിൽ എത്തിച്ച ദർശനം നടത്തിയെന്ന് വരുത്തി തീർത്ത് കേരളത്തിലെ കോടിക്കണക്കിനായ അയ്യപ്പ ഭക്തരെ വെല്ലുവിളിച്ച ഒരു സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ. എന്നാൽ പിന്നീട് കേരളം സമാനതകളില്ലാത്ത വിശ്വാസികളുടെ പ്രതിഷേധത്തെയാണ് കണ്ടത്. ആ പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കിയ ഇടതു സർക്കാരിന് പിന്നീട് ഒരു സ്ത്രീയെയും ശബരിമലയിൽ കയറ്റാൻ ധൈര്യം വന്നില്ല എന്ന് മാത്രമല്ല, ശബരിമലയിൽ സ്ത്രീ പ്രവേശനം തത്വത്തിൽ നിരോധിക്കാനും സർക്കാർ തയ്യാറായി. അതിന് ഒരു കാരണമുണ്ട്. അതായത് തത്വത്തിൽ നിരോധിച്ചു എന്ന് പറയുമ്പോൾ സുപ്രീം കോടതി വിധി നിലനിൽക്കെ തന്നെ പമ്പയിൽ നിന്ന് 18-ാം പടി അല്ലെങ്കിൽ പമ്പയിൽ നിന്ന് മുകളിലേക്ക് കയറുന്നതിന് മുമ്പ് ഐഡന്റിറ്റി കാർഡ് വാങ്ങി പ്രായം പരിശോധിക്കുന്ന തരത്തിലേക്ക് കേരള പോലീസ് മാറി എന്നാണ് സൂചിപ്പിച്ചത്. അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ സ്ത്രീ പ്രവേശനത്തിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPM അടപടലം തോൽക്കുന്നതിന് സാക്ഷിയായി. പാർട്ടിയുടെ പൊന്നാപുരം കോട്ടകളിലടക്കം സ്ഥാനാർത്ഥികൾ അതിദയനീയമായി പരാജയപ്പെട്ടു. കാസർഗോഡും കൊല്ലവും ആറ്റിങ്ങലും അടക്കമുള്ള CPMന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിലടക്കം വിശ്വാസികളുടെ വോട്ട് കോൺഗ്രസിന് അനുകൂലമായി അവർ വോട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഇതിൽ നിന്ന് ഇതൊരു സുവർണാവസരമാണ്, ശബരിമലയിലെ യുവതീ പ്രവേശനം ഒരു സുവർണാവസരമാണെന്ന് പറഞ്ഞ് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ച BJPയെയും കേരളത്തിലെ ജനങ്ങൾ തമസ്കരിക്കുന്നതിന് നമ്മൾ സാക്ഷിയായി. ഇപ്പോൾ വീണ്ടും ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാവുകയാണ്. ശബരിമല യുവതീ പ്രവേശനത്തിൽ നിലപാട് മാറ്റാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഇത് സംബന്ധിച്ച നിർണായകമായൊരു തീരുമാനം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ നിലപാടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശബരിമല യുവതീ പ്രവേശനത്തെ എതിർക്കാനുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിലാണ് പ്രസിഡന്റ് K. ജയകുമാർ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ബോർഡ് വിശ്വാസികൾക്കൊപ്പമാണെന്നും ആചാരങ്ങൾ സംരക്ഷിക്കണമെന്നതാണ് തന്റെ നിലപാടെന്നുമാണ് ജയകുമാർ പറയുന്നത്. ശബരിമല യുവതീ പ്രവേശനത്തെ എതിർക്കാനുള്ള തീരുമാനവുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തനങ്ങളുടെ ചോദ്യത്തോടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണമുണ്ടായത്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യം ബോർഡ് വിശദമായി ചർച്ച ചെയ്തു. ശബരിമലയിൽ ആചാരങ്ങൾ സംരക്ഷിക്കണമെന്നും ബോർഡിന് ആശയക്കുഴപ്പമില്ലെന്നും നിലവിലുള്ള ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ ബോർഡ് നിലപാട് വ്യക്തമാക്കുമെന്നാണ് ജയകുമാർ പറഞ്ഞിരിക്കുന്നത്. അതായത് സുപ്രീം കോടതിയിൽ ബോർഡ് ഈ നിലപാട് അറിയിക്കും. അതായത് ശബരിമല സന്നിധാനത്ത് സ്ത്രീ പ്രവേശനം വേണ്ട എന്ന നിലപാടാണ് ബോർഡ് സുപ്രീം കോടതിയിൽ അറിയിക്കാൻ പോകുന്നത്. വിശ്വാസികൾക്കൊപ്പമാണ് ബോർഡ്. ദേവസ്വം ബോർഡ് ഒരിക്കലും യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചിട്ടില്ല. വ്യക്തികൾ അനുകൂലിച്ചിട്ടുണ്ടാവാം. 2020 അഭിഭാഷകന്റെ നിലപാടാണെന്നും K. ജയകുമാർ പറഞ്ഞു. ശബരിമല യുവതീ പ്രവേശനത്തിൽ നിർണായക നിലപാട് മാറ്റമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെതായി ഉണ്ടായിരിക്കുന്നത്. നിലപാട് അറിയിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കുമെന്നും ജയകുമാർ പറഞ്ഞിരിക്കുകയാണ്. അതേസമയം ബോർഡ് ആദ്യം സത്യവാങ്മൂലം കൊടുക്കട്ടെ എന്നും കോടതിയുടെ കൂടി തീരുമാനം വന്നതിന് ശേഷം പ്രതികരിക്കാമെന്നുമാണ് യുവതീ പ്രവേശനത്തെ എതിർക്കുന്ന NSS നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ശബരിമലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന്റെ അറിവും സമ്മതവും ഇല്ലാതെ എടുക്കാൻ കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. കാരണം സർക്കാർ നിയമിച്ചതാണ് ഈ ബോർഡിനെ. സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ പശ്ചാത്തലത്തിൽ മറിച്ച് ഒരു തീരുമാനമെടുക്കാനുള്ള ത്രാണിയും ശക്തിയും സംസ്ഥാന സർക്കാരിനും CPMനും ഇല്ല. ശബരിമലയിൽ നവോത്ഥാനം നടപ്പിലാക്കണമെന്ന് പറഞ്ഞ വനിതാ മതിൽ കെട്ടിയ ആളുകൾ തന്നെ ശബരിമലയിൽ യുവതീ പ്രവേശനം വേണ്ട എന്ന് പറഞ്ഞ് നിലപാടെടുക്കുമ്പോൾ കേരളത്തിലെ ഭക്തർ ഒഴുക്കിയ കണ്ണുനീരിന്റെയും
ഭക്തർ തൊണ്ടപൊട്ടുമാറുച്ചത്തിൽ വിളിച്ച നാമജപത്തിന്റെയും പരിണിത ഫലമായിട്ടാണ് ഇപ്പോൾ സർക്കാരിനുണ്ടായ ഈ മനംമാറ്റം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഭക്തരെ വെല്ലുവിളിച്ച് ഒരിഞ്ചു പോലും മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന ഉത്തമമായ ബോധ്യം സംസ്ഥാന സർക്കാരിനുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.